കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മധ്യവയസ്ക ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചതായി പരാതി. ഗർഭപാത്രം നീക്കം ചെയ്ത പേരാമ്പ്ര സ്വദേശിനി വിലാസിനിയാണ് മരിച്ചത്. അതേസമയം ആരോപണത്തിൽ ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺപ്രീത് റിപ്പോർട്ട് തേടി. ഗൈനക്കോളജി വിഭാഗം മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താ സംഭവിച്ചത്? വീണ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി ചികിത്സാ പിഴവുകൾ നമ്മൾ കേൾക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇവർ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ വന്നത്. തുടർന്ന് അവർ 7-ാം തീയതി ഓപ്പറേഷന് കയറ്റുകയാണ്. പിന്നീട് ഓപ്പറേഷന് ശേഷം വാർഡിലേക്ക് മാറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുടലിൽ ചെറിയ രീതിയിലുള്ള ഒരു പോറൽ ഉണ്ടായി എന്നൊരു കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളും ആരോപിക്കുന്നത്. തുടർന്ന് വലിയ രീതിയിൽ ഇവർക്ക് വേദന അനുഭവപ്പെട്ടു. തുടർന്ന് വീണ്ടും ഇവരെ പിറ്റേ ദിവസം ICUയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ICUയിൽ വെച്ച് ഇവർ ബോധരഹിതയാവുകയാണ്. പിന്നീട് മറ്റൊരു ഓപ്പറേഷന് വിധേയമാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകുകയും അതുപ്രകാരം ബന്ധുക്കൾ ചില പേപ്പറുകളിൽ ഒപ്പിട്ടു നൽകി എന്ന കാര്യമാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് വീണ്ടും അവരെ ഓപ്പറേഷന് വിധേയമാക്കി. എന്നാൽ പിന്നീട് മരിച്ചു എന്നൊരു വിവരമാണ് ബന്ധുക്കളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിശദീകരണം എന്ന് പറയുന്നത് കാർഡിയോക് അറസ്റ്റ് ഉണ്ടായി. മാത്രമല്ല, നേരത്തെ ചെയ്ത ഓപ്പറേഷൻ ശസ്ത്രക്രിയ, അതായത് ഗർഭപാത്രം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്ത ശസ്ത്രക്രിയയിൽ വലിയ രീതിയിലുള്ള അണുബാധ ഉണ്ടായി എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഗൈനക്കോളജി വിഭാഗത്തോട് അരുൺപ്രീത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി അറിയണമെന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണവുമായാണ് ബന്ധുക്കൾ വരുന്നത്. അതായത് ഇത്തരത്തിൽ ഗർഭപാത്രമൊക്കെ തന്നെയും റിമൂവ് ചെയ്യുമ്പോൾ വേണ്ട ശുശ്രൂഷകൾ നൽകാതെ അലക്ഷ്യമായാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ രോഗിയെ കെയർ ചെയ്തിരുന്നില്ല എന്നൊരു പരാതി തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനു വേണ്ട യാതൊരു തരത്തിലുള്ള ചികിത്സയോ മറ്റു മരുന്നുകളോ നൽകിയിരുന്നില്ല എന്നൊരു ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ആശുപത്രിയിൽ എത്തി വിവരങ്ങൾ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും നടക്കുകയാണ്. എന്തായാലും സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത്. വീണ, ഓക്കെ, ശരി ദിസ്ന.